പെരിയാറിൽ വിഷം കലർന്ന് ലക്ഷക്കണക്കിന് മീനുകൾ ചത്തുപൊന്തിയ വാർത്ത ചാനൽ 91 ഗൗരവപൂർവ്വം നൽകിയെന്ന് മാത്രമല്ല, MLAയും മെമ്പറുമൊക്കെ സംഭവ സ്ഥലത്തെത്തി ഇതിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പും നൽകിയിരുന്നു. മത്സ്യകർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കിയ ഈ വിഷം കായലിൽ എത്തിച്ചേർന്നത് എവിടെ നിന്നാണ് എന്നുള്ള ഞങ്ങളുടെ തുടർ അന്വേഷണങ്ങൾ എത്തി നിൽക്കുന്നത് കൊച്ചിയിൽ നാളുകളിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള വൻ ദുരന്തത്തിന്റെ വാതിൽപ്പടിയിലാണ്. കൊച്ചി മാത്രമല്ല, കേരളമൊട്ടാകെ ഈ ദുരന്തത്തിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആലുവ എടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് CG ലൂബ്രിക്കന്റ്. കമ്പനിയുടെ MD-യായ ആന്റോ വ്യാജ ബില്ലുണ്ടാക്കി വാളയാറിലൂടെ ഡീസൽ കടത്തിയതിന് കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മുൻപും പിടികൂടിയിട്ടുള്ള ആളാണ്. ആ കേസിൽ 20 ലക്ഷം രൂപ പിഴയടച്ച് തലയൂരി. ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ളതും സ്വകാര്യ സ്ഥാപനങ്ങളുടേതുമായ വൻകിട വാഹന സർവീസ് സെന്ററുകളിൽ നിന്ന് കപ്പൽ ഉൾപ്പെടെയാണ് ഉപയോഗശൂന്യമായ കരിയോയിൽ ശേഖരിച്ച് അതിനെ സംസ്കരിച്ച് ബേസ് ഓയിൽ, ഗ്രീസ് എന്നിവയാക്കി മാറ്റാനുള്ള ലൈസൻസ് മാത്രമാണ് ഈ കമ്പനിക്കുള്ളത്. എന്നാൽ ഈ ലൈസൻസിന്റെ മറവിൽ കേരളത്തിൽ മുഴുവൻ വിഷം കലർത്തുകയാണ് CG ലൂബ്രിക്കന്റ്. ഈ വെളിപ്പെടുത്തലുകൾക്ക് മുൻപായി ഇതിനു മുൻപ് പെരിയാറിൽ മാരക വിഷം കലർന്നത് ഇതേ കമ്പനി കായലിലേക്ക് വിഷം തുറന്നുവിട്ടതിനെ തുടർന്നാണ്. അന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് കമ്പനി പൂട്ടിച്ചിരുന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേവലം 2 മാസത്തിനുള്ളിൽ ഇതേ കമ്പനി തുറന്നു പ്രവർത്തിക്കുവാനുള്ള അനുമതി നൽകിയ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം മനുഷ്യ ജീവനെതിരെ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. വിഷം മാത്രം നിർമ്മിക്കുന്ന കമ്പനി തുടർ പ്രവർത്തനത്തിനായി തുറക്കാൻ ചുക്കാൻ പിടിച്ചത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മെമ്പർ സെക്രട്ടറിയും ചേർത്തല കൃപാസനത്തിലെ നിത്യസന്ദർശകയുമായ ഒരു സ്ത്രീയാണ്. പണവും വർഗവും ഒക്കെ ഒന്നാകുമ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത് നിരവധി മനുഷ്യ ജീവനുകളാണ്. കാരണം ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ എന്ന പേരുകളിൽ കേരളത്തിൽ വ്യാപകമായി എത്തുന്നത് CG ലൂബ്രിക്കന്റിന്റെ ഫാക്ടറിയിൽ നിന്ന് നിർമ്മിക്കുന്ന കരിയോയിൽ എണ്ണയാണ്. അപകടകരമായ കരിയോയിൽ സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ് നടത്തി 25% മാത്രം വരുന്ന വെളിച്ചെണ്ണയോടൊപ്പം ചേർത്ത് നാടൻ വെളിച്ചെണ്ണ എന്ന പേരിൽ നമുക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗം പരത്തുകയാണ് ഈ മാലിന്യ ഫാക്ടറി. വിഷനിർമ്മാണം ഇവിടെ മാത്രം ഒതുങ്ങുന്നില്ല. പാലക്കാട് APJ എന്ന പേരിലും ആന്ധ്രാപ്രദേശ് കടപ്പയിലും ആന്റോ മുതലാളിയുടെ സ്ഥാപനങ്ങൾ കൈക്കൂലിയുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ബലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. കമ്പനിക്ക് ലഭിക്കുന്ന കരിയോയിൽ ആസിഡ് ട്രീറ്റ് ചെയ്യരുത്, ബേസ് ഓയിൽ, ഗ്രീസ് എന്നിവ മാത്രമേ നിർമ്മിക്കാൻ പാടുള്ളൂ എന്ന ശക്തമായ നിയമം നിലവിലുള്ളപ്പോഴാണ് കരിയോയിലിനെ വെളിച്ചെണ്ണയാക്കി മാറ്റുന്നതും കോട്ടയത്തെ റബ്ബർ മാറ്റ് എന്ന കമ്പനിക്ക് അനധികൃത റബ്ബർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടി കള്ളക്കടത്തായി കരിയോയിലിന്റെ വകഭേദങ്ങൾ എത്തിച്ചു നൽകുന്നതും. യാതൊരു രേഖകളുമില്ലാതെ നടത്തുന്ന ഈ കള്ളക്കടത്തിലൂടെ കമ്പനി കോടിക്കണക്കിന് രൂപയുടെ GST തട്ടിപ്പാണ് നടത്തിവരുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിച്ച കമ്പനി നിയമമനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് 1 വർഷമെങ്കിലും അടച്ചിടുകയും സുരക്ഷാ നിയമങ്ങൾക്കനുസൃതമായി മാറ്റങ്ങൾ വരുത്തി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും പരിശോധനകൾക്ക് ശേഷം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ലഭിച്ച ശേഷം മാത്രം പ്രവർത്തിക്കേണ്ടതിന് പകരം ഈ 3 ഡിപ്പാർട്ട്മെന്റുകളിലുമുള്ള ഉദ്യോഗസ്ഥർക്ക് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി നൽകി 2 മാസത്തിനുള്ളിൽ വീണ്ടും വിഷം ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. സിനിമകളിൽ പോലും കാണാൻ സാധിക്കാത്ത കള്ളക്കടത്ത് തന്ത്രങ്ങളാണ് കമ്പനിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കമ്പനി കെട്ടിടം നിൽക്കുന്നതിന് അടിയിൽ വമ്പൻ ടാങ്കുകൾ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്നു. കോട്ടയത്തെ റബ്ബർ കമ്പനിയിലേക്കുള്ള കള്ളക്കടത്ത് പോകുന്നത് വാഹന പരിശോധനയിൽ പെട്ടാലും സംശയം തോന്നാത്ത രീതിയിലാണ് ചുറ്റിലും കാലി ബാരലുകൾ നിരത്തിയും ബാരലുകളിൽ പ്രത്യേക അറകൾ നിർമ്മിച്ചും കള്ളക്കടത്ത് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലകളിൽ കായലിൽ ചത്തുപൊങ്ങിയ മത്സ്യം പോലെ വഴിയോര ചായക്കടയിൽ നിന്ന് വിഷയെണ്ണയിൽ നിർമ്മിച്ച ചെറുകടികൾ വാങ്ങിക്കഴിക്കുന്ന മനുഷ്യർ പിടഞ്ഞു വീഴുന്നൊരു ദുരന്തത്തെ തടയുവാൻ ചാനൽ 91 ഈ കമ്പനിക്കെതിരെ ഒരു മാധ്യമ പോരാട്ടം ആരംഭിക്കുകയാണ്.
വരും ദിനങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തകരും ആത്മാർത്ഥതയുള്ള സാമൂഹിക പ്രവർത്തകരും ചാനൽ 91-നൊപ്പം അണിചേരും. നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ജനനന്മയ്ക്കായുള്ള ഒരു മാധ്യമ പോരാട്ടത്തിനായി.